എന്റെ എൻഗേജ്മെന്റിന് ഞാൻ തന്നെ അച്ഛനെ അമ്മയെ വിളിച്ചു വരുത്തുക, അത് ബോറല്ലേ ആന്റി? ആന്റിക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരെ വിളിക്കണമെന്നില്ല. എനിക്ക് എന്റെ ആദ്യേട്ടനെ മാത്രം മതി. പിന്നെ എൻഗേജ്മെന്റ് ഇടാനുള്ള ഡ്രസ്സും ഓർണമെന്റ്സും എടുക്കാൻ മാമൂസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് വാങ്ങിക്കണ്ടേ? എപ്പോഴും നമ്മൾ പോകുന്നത്? ആദ്യേട്ടനെയും കൊണ്ടുപോകണം. നമുക്ക് ഒരുമിച്ച് പോവാന്ന് ആന്റി തന്നെ ആദ്യേട്ടനോട് പറയണം. എന്നെ മാരേജ് ചെയ്യുന്നതിൽ ആദ്യേട്ടന് വിഷമമൊന്നുമില്ലല്ലോ? ഈ ദുർഗാന്റിക്ക് എന്ത് പറ്റി? കല്യാണ നിശ്ചയത്തിന്റെ ഉത്തരവാദിത്തം തലേ കയറിയണ്ടാവും. എന്ത് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അത് ഉത്തരവാദിത്തം തലേ കയറിയതൊന്നുമല്ല. പിന്നെ എനിക്ക് ചില സംശയങ്ങളുണ്ട്. എന്ത് സംശയം? ഇവിടെ നടക്കാൻ പോകുന്നത് നീയും ആദ്യം തമ്മിലുള്ള വിവാഹ നിശ്ചയമല്ല. പിന്നെ ഒന്നും അറിയാത്ത പോലെ നിന്റെ നടുക്കം കണ്ടാ തോന്നൂല്ലോ ആദ്യക്ക് മറ്റൊരു പെണ്ണുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന്. ആദ്യേട്ടനും തുളസിയായിട്ടുള്ള എൻഗേജ്മെന്റ് ആണോ നടക്കാൻ പോകുന്നത്? അതിനാണ് സാധ്യത. ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? അങ്ങനെയാണെങ്കിൽ ദുർഗാന്റെ ഈ വിവരം എന്നോട് പറയാതിരിക്കില്ല. നീയും ആദ്യമായുള്ള എൻഗേജ്മെന്റ് ആണ് നടക്കാൻ പോകുന്നതെന്ന് ദുർഗേച്ചി നിന്നോട് പറഞ്ഞോ? ഇല്ല. പിന്നെ നീ എന്ത് കണ്ടിട്ടാ കാള പെറ്റൂന്ന് കേട്ടപ്പോ കയറും എടുത്തോണ്ട് ഓടിയത്? കാള പ്രസവിച്ചോ? എവിടെയോ? ഇത് അതിലും വലിയ കാള. ഞാൻ കാളയല്ല. എനിക്കറിയാം നീ കാളയല്ല, നീ പോത്ത്. സുലു ആന്റി. എടി ദുർഗേച്ചി വരട്ടെ, നമുക്ക് ചോദിച്ചു നോക്കാം ആരൊക്കെ തമ്മിലുള്ള വിവാഹ നിശ്ചയ ഇവിടെ നടക്കാൻ പോകുന്നേന്ന്. പക്ഷെ ദുർഗാന്റി എവിടേക്കാ പോയത്? തുളസിയുടെ വീട്ടിലേക്കായിരിക്കും. ഏയ്, ഒരിക്കലും ആയിരിക്കില്ല. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? തുളസിയുടെ ഫാമിലി അറിയാതെ എന്റെ ആദ്യേട്ടന്റെ എൻഗേജ്മെന്റ് നടത്താനാ ദുർഗാന്റിയുടെ പ്ലാൻ. അപ്പൊ പിന്നെ ദുർഗാന്റി തുളസിയുടെ വീട്ടിൽ പോവോ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രക്ഷിക്കും, എനിക്ക് ഉറപ്പാ. ദുർഗാന്റി ഒരിക്കലും എന്നെ ചീറ്റ് ചെയ്യില്ല. സുലാന്റിക്ക് അറിയാതിരിക്കില്ലല്ലോ. ദുർഗാന്റിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആളല്ലേ സുലാന്റി? അതൊക്കെ ശരി തന്നെ. സുലു എന്തെങ്കിലും പറഞ്ഞോ ഇവിടെ ആരൊക്കെ തമ്മിലുള്ള വിവാഹത്തിന്റെ നിശ്ചയം നടക്കാൻ പോകുന്നത്? അക്കാര്യം മാത്രമേ എനിക്ക് അറിയില്ല കുട്ടി. അതറിയാവുന്ന ഒരേ ഒരാളെ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. അതാരാ പറഞ്ഞോ? ഞാൻ അയാളോട് പോയി ചോദിക്കാം. അത് നിന്റെ ദുർഗാന്റി മാത്രമാ. മറ്റേടെവിടെ? അല്ല, നീ കഴിക്കുന്നില്ലേ? എനിക്ക് ജ്യൂസ് മതി. ദുർഗേച്ചിയുടെ ഒരു അനക്കവും കാണുന്നില്ലല്ലോ. അച്ഛൻ എന്തിനാ ദുർഗാമ്മ ഇങ്ങനെ പേടിക്കുന്നേ? സാധാരണ നിലയ്ക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ വന്നൊരു വഴക്കുണ്ടാക്കാതെ ദുർഗേച്ചിക്ക് സമാധാനം കിട്ടില്ലല്ലോ. അതെ, ദുർഗേച്ചി വഴക്കുണ്ടാക്കാത്തതിലാണോ ഇപ്പൊ വിഷമം? ഞാനും ആദ്യം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവൻ എന്റെ കഴുത്തിൽ സ്വയംവര മാലയിട്ടെന്ന് കരുതി അത് ചടങ്ങല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യുന്നോണ്ടല്ലോ ദുർഗേച്ചി വഴക്കുണ്ടാക്കാറുള്ളത്. ദുർഗേച്ചിക്ക് ഇഷ്ടപ്പെടാത്ത എന്ത് കണ്ടാലും വഴക്ക് നിർബന്ധമാണ്. അത് ശരിയാ. ആദിയും ആതിരയും തമ്മിൽ സ്വയംവര വിവാഹം നടക്കൂന്ന് കരുതിയിരുന്നിട്ട് അവസാനം ആദ്യം നിന്റെ കഴുത്തിൽ മാലയിട്ടു. അതിന്റെ ദേഷ്യം ഏതു വിധത്തിലാവും ദുർഗേച്ചി പുറത്തെടുക്കാന്ന് പറയാൻ പറ്റില്ല. ഇനി അതിനു വേണ്ടി ആരും കാത്തിരിക്കണ്ട. ദേ വരുന്നു ദുർഗാഭൂതം. എല്ലാവരും ഒന്ന് റെഡിയായി ഇരുന്നു. ദുർഗേച്ചി തനിച്ചേ ഉള്ളോ? പ്രസാദേട്ടൻ ഇവിടെ ഇല്ലെന്ന് ജയൻ അറിയില്ലേ? പിന്നെ എന്തിനാ ഇത്തരം ചോദ്യങ്ങള്? അതും നമ്മള് തമ്മില്. ദുർഗേച്ചി ഇരിക്കെ. ഇരിക്കാനൊന്നും നേരമില്ല. ഒറ്റയ്ക്ക് പടവെട്ടാനിറങ്ങിയ ഭടന്റെ അവസ്ഥയല്ലേ എനിക്ക്. അപ്പൊ ലക്ഷ്യം അത് തന്നെ, പടവെട്ടൽ. ആദിയുടെ വിവാഹ നിശ്ചയമാണ്. രേവതി നക്ഷത്രത്തിൽ പൂജാരി മുഹൂർത്തം കുറിച്ച് തന്നിട്ടുണ്ട്. അതിനെ ക്ഷണിക്കാനാ ഞാൻ വന്നത്.
അവന്റെ അച്ഛന്റെ ഏക സഹോദരിക്കും മുറപ്പെണ്ണിനുള്ള ഡ്രസ്സുകളാണിത്. വാങ്ങിക്ക്. അവിടെ വെച്ചോളൂ. കയ്യില് വാങ്ങിക്ക്. ഇതൊരു ആചാരം കൂടിയാണ്. എന്റെ ആദ്യമോന്റെ ഭാവി ജീവിതത്തിന് നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. എന്തിനാ കരയുന്നേ? എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല. അതെ, എല്ലാം വളരെ പെട്ടെന്നുള്ള തീരുമാനമാണ്. എല്ലാവരും നിർബന്ധമായിട്ട് നിശ്ചയത്തിന് വരണം. എന്തിനാ അവിടെ വന്നിട്ട് ഞങ്ങളെ അപമാനിച്ചു വിടാനും കളിയാക്കാനും അല്ലേ? ഒരു കലഹത്തിനുള്ള സമയം എനിക്കില്ല. ആര് വന്നില്ലെങ്കിലും ഈ വിവാഹ നിശ്ചയം ഞാൻ നടത്തും. സ്ഥലത്തില്ലാതെയോ? അതൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ആര് വന്നില്ലെങ്കിലും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ഇല്ലെങ്കിൽ ഈ വിവാഹ നിശ്ചയം നടക്കില്ല. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത് അങ്കളപ്പച്ചിയും സുലുവും എല്ലാരും അല്ലേ? ഈ പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. ആദ്യ വിവാഹ നിശ്ചയത്തിന് തയ്യാറാണോ? എന്റെ തീരുമാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവന് കഴിയില്ല. അതിന് ഞാൻ സമ്മതിക്കേയില്ല. എന്തായാലും ഞങ്ങളെ പ്രതീക്ഷിക്കണ്ട. അങ്ങനെ പറയരുത്. അങ്ങനെ പറയൂ. കല്യാണ പെണ്ണില്ലാതെ എന്ത് കല്യാണ നിശ്ചയം? പെണ്ണിന്റെ അച്ഛനും അമ്മയും പെണ്ണും അവരില്ലാതെ വിവാഹ നിശ്ചയം എങ്ങനെ നടക്കാനാ? ഇങ്ങനെ തരിച്ചു നിൽക്കണ്ട. ആരെതിർത്താലും ദൈവത്തിന്റെ ഇഷ്ടത്തിനും എന്റെ ആദിമോന്റെ ഇഷ്ടത്തിനും വിപരീതമായി ഞാൻ ഒന്നും ചെയ്യില്ല. നീ തന്നെയാ കല്യാണ പെണ്ണ്. എന്താ വിശ്വാസായില്ലേ? അല്ല, സത്യമാണ് ഈ കേൾക്കുന്നത്. സത്യം, പകൽ വെളിച്ചം പോലെ സത്യം. എന്റെ ആദിമോൻ ഈ തുളസിമോളുടെ കഴുത്തിലണിയിച്ച സ്വയംവരമാല പോലെ സത്യം. ഞാനാകെ ടെൻഷനായിപ്പോയി. ദുർഗ ദുഷ്ടത്തിയാണ്, തന്നിഷ്ടക്കാരിയാണ്. ആ ദുഷ്ടത്തരത്തിന്റെയും തന്നിഷ്ടത്തിന്റെയും ഭാഗമാണ് ഈ വിവാഹ നിശ്ചയവും. ദുർഗേച്ചി ദുഷ്ടയാണെന്നൊന്നും ഞങ്ങൾ ആരും കരുതിയിട്ടില്ല. പെട്ടെന്ന് മകളുടെ വിവാഹ നിശ്ചയം എന്നൊക്കെ ചിന്തിക്കുമ്പോ ജയന് ടെൻഷനുണ്ടോ? ഏയ്, അതൊന്നുമില്ല. പിന്നെ കാശിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാട്ടോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണല്ലോ ഈ വിവാഹം. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ പറയണം. ബുദ്ധിമുട്ടൊന്നുമില്ല, സന്തോഷമുള്ളൂ ചേച്ചി. ആദ്യേ അവന്റെ ആഗ്രഹത്തിന് വിട്ടുകൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ അവന്റെ അമ്മയാണെന്നും പറഞ്ഞ് നടക്കുന്നത്? തുളസിയെ ഒഴിവാക്കി അവനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിച്ച ഈ ജന്മം ആദിക്കും തുളസിക്കും മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? തുളസിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഈ മൂടിക്കെട്ടിയ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ. നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ വിവാഹം. അതും ഇതുപോലെ ഓർക്കാപ്പുറത്തൊരു ദിവസമായിരിക്കും കേട്ടോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ഒന്നും കഴിച്ചില്ലല്ലോ മോളെ. ദുർഗമ്മയ്ക്ക് ചായ എടുത്തു കൊടുക്ക. ചെല്ലേ. വേണ്ട, ഇവളുണ്ടാക്കുന്ന ചായ ഇനി ഞാൻ ദേവമംഗലത്തുനിന്ന് കഴിച്ചോളാം. തുളസിനെ ദേവമംഗലത്ത് അംഗമല്ലേ? പോട്ടെ മോളെ. ശരി. ചേട്ടാ, ഇത് സ്വപ്നമാണോ? എനിക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദുർഗേച്ചിയിൽ ഇത്ര വലിയൊരു മാറ്റം. ആർക്കും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എറിയുന്ന ആളാ ദുർഗാമ്മ. ഇതും അതുപോലുള്ള ഏറാണോന്ന് ആർക്കറിയാം? നീ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. സ്വന്തം മകന്റെ വിവാഹ നിശ്ചയത്തിന്റെ കാര്യമൊന്നും ആരും കള്ളം പറയില്ല, അല്ലേ ചേട്ടാ? അതെ.
എല്ലാവരുടെയും വിശ്വാസം എല്ലാവരെയും രക്ഷിക്കട്ടെ. ആദിമോനെ, കല്യാണ ചെക്കനിത് എവിടേക്കാ? എന്റെ ആന്റി, സ്വയംവര പൂജയ്ക്ക് ഞാൻ തുളസിയുടെ കഴുത്തിൽ മാല ഇട്ടു എന്നുള്ള സത്യം എന്ന് കരുതി എന്റെ അച്ഛൻ ഈ വിവാഹത്തിന് സമ്മതിക്കുമോന്നറിയാൻ ഇനിയും കാത്തിരിക്കണ്ടേ? അപ്പൊ നീ കാര്യമൊന്നും അറിഞ്ഞില്ലേ? എന്ത് കാര്യം? ഇന്നോ നാളെയോ നീയും തുളസിയുമായുള്ള വിവാഹ നിശ്ചയം നടക്കും. എന്നെ കളിയേക്കാണല്ലേ? ഞാൻ എന്തിനാ ആദിമോനെ നിന്നെ കളിയാക്കുന്നത്? ഈ കാര്യം പറയാനും തുളസിയും വീട്ടുകാരെ നിശ്ചയത്തിന് ക്ഷണിക്കാനും വേണ്ടിട്ടേ ദുർഗേച്ചിപ്പ ആ വീട്ടില് പോയിരിക്കുക. ഏയ്, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അതെ ആദ്യേട്ടാ, അങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെ ഞാനും പറയുന്നത്. ആ, അച്ഛൻ ഇല്ലാത്ത സമയത്ത് അമ്മ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. അതെ, ആദ്യേട്ടനും ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ആദ്യേട്ടനും തുളസിയും തമ്മിലുള്ള വിവാഹത്തിന് പ്രസാദങ്ങളെ സമ്മതിക്കില്ല. ആ ദേ, ദുർഗേച്ചി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സത്യാണോന്ന് നേരിട്ട് തന്നെ ചോദിച്ചു നോക്ക്. എന്താ ഇവിടെ ഒരു ചർച്ച? ദുർഗേച്ചി തുളസിയുടെ വീട്ടിൽ പോയതല്ലേ? അതെ, ആ ആദ്യം അറിയേണ്ടത് അവളല്ലേ. അല്ലാതെ പണ്ടത്തെ പെൺകുട്ടികളെ പോലെ വീട്ടുകാര് വിവാഹത്തിന്റെ ക്ഷണക്കത്ത് അച്ചടിക്കുമ്പോഴല്ല ഒരു പെൺകുട്ടികളുടെ വിവാഹക്കാര്യം അറിയുന്നത്. അമ്മ അതങ്ങ് തീരുമാനിച്ചു. എത്ര കാലമെന്ന് വെച്ചാ നീയും തുളസിയും കാത്തിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ വിവാഹ നിശ്ചയം അതും ഈ വീട്ടിൽ വെച്ച് തന്നെ നമുക്കങ്ങ് നടത്താം. ദുർഗാന്റെ അത് ശരിയാവില്ല. ആദ്യേട്ടൻ ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്നോ? അമ്മേ, അമ്മ പറയുന്നത് സത്യമാണോ? ആ, ആന്റി, പ്രസാദ് അങ്ങൾ ഇവിടെ ഇല്ലാതെ ആന്റി എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നേ? ആദ്യേട്ടനെ എന്നല്ല മാരി ചെയ്യാൻ പോകുന്നേ. ഇതെന്താ എല്ലാം ഒരുവിധം കരക്കെടുപ്പിക്കാൻ നോക്കുമ്പോ നിന്റെ മനസ്സ് മാറിയോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ സ്ഥലത്തില്ലാതെ അമ്മ ഒറ്റയ്ക്ക്. ചില കാര്യങ്ങൾ ഉടനെ തന്നെ നടത്തണം. അതിനുവേണ്ടി ആരെയും കാത്തിരിക്കാൻ പാടില്ല. അത് അച്ഛനായാലും ഭർത്താവായാലും. പ്രസാദ് അങ്ങളെ സമ്മതിക്കില്ല. എല്ലാം അച്ഛനറിയാം. കുടുംബ പരദേവതകള് നിന്നെയും തുളസിയെ അനുഗ്രഹിച്ചു കഴിഞ്ഞതല്ലേ. ആ സ്ഥിതിക്ക് ആർക്കും ആ വിധിയെ മാറ്റാൻ കഴിയില്ല. അച്ഛൻ വിചാരിച്ചാ പോലും നിന്റെ ആഗ്രഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അമ്മ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും ഈ പറഞ്ഞൊക്കെ സത്യമാണെന്ന്. സ്വന്തം മകന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരമ്മ കള്ളം പറയോ? ചിലപ്പോ കള്ളം പറഞ്ഞു എന്നിരിക്കും. എന്നാ ദുർഗാന്റെ ആദ്യേട്ടനെ തല കൈവച്ച് സത്യം ചെയ്യും. എങ്കിലും മാത്രമേ ഞങ്ങൾ ഇത് വിശ്വസിക്കൂ. അമ്മയെ വിശ്വാസമില്ലാത്തവനാണോ നീ? എനിക്ക് വിശ്വാസമാണ്. ദുർഗാന്റെ എന്നാ എന്റെ തല കൈവച്ച് സത്യം ചെയ്യും. ആദ്യേട്ടനും തുളസിയും തമ്മിലുള്ള എൻഗേജ്മെന്റ് നടത്താൻ തീരുമാനിച്ച സത്യമാണെന്ന്. അപ്പൊ നിനക്കാണ് എന്നെ വിശ്വാസമില്ലാത്തത്. ആദ്യക്ക് എത്ര പെട്ടെന്ന് എന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായത്? എനിക്ക് വിശ്വാസമാണ്. എനിക്ക് ആന്റിയെ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടാണോ കൈ തലയിൽ വെച്ച് സത്യം ചെയ്യാൻ പറഞ്ഞത്? എന്നാലും ദുർഗാന്റെ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിന്നോട് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാനും കരുതിയതല്ല. എല്ലാം ക്ഷമിക്കാൻ പറയാൻ എനിക്കിപ്പോ പറ്റൂ. ദുർഗാന്റെ നീ എവിടേക്കാ പോന്നത്? ഞാൻ മരിക്കാൻ പോവാ. മരിക്കാനോ? എന്തിന്? ഇങ്ങനെ നാണം കെട്ടി ഈ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാ. നിനക്കിവിടെ എന്ത് നാണക്കേടാ ഉണ്ടായത്?
നാണക്കേടല്ലാതെ മറ്റെന്താ എനിക്കിവിടെ ഉണ്ടായിട്ടുള്ളത്? ആദ്യമായിട്ട് എന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച മാമൂസ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോ ദുർഗാന്റി എനിക്ക് വാക്ക് തന്നു. എന്നിട്ടോ ആ തുളസിയുടെ അടിയും ഈടിയും ചെളി വീഴ്ത്തലും എല്ലാം സഹിച്ച് ഞാൻ ഇവിടെ കഴിച്ചുകൂട്ടി. ഒരിക്കൽ പോലും എന്റെ വിവാഹ കാര്യത്തെ കുറിച്ച് ഇവിടെ ഈ വീട്ടിൽ ഡിസ്കഷൻ ഉണ്ടായിട്ടേ ഇല്ല. എപ്പോ നോക്കിയാലും ആദ്യമായിട്ട് തുളസിയുടെ കാര്യം മാത്രം. കണ്ണു തുടക്കി. ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടായത്. ഇവിടെ നിന്ന് കരയരുത്. നിന്റെ കണ്ണീര് വീണ് നനഞ്ഞ വീട്ടിലേക്ക് ആയിരിക്കരുത് എന്റെ മകന്റെ പെണ്ണ് കയറി വരേണ്ടത്. ദുർഗാന്റി, നിന്നോട് കരച്ചിൽ നിർത്താനാ പറഞ്ഞത്. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് എല്ലാരോടും പറഞ്ഞു പോയി. എന്ത്? ആദ്യേട്ടൻ എന്നെ മാരി ചെയ്യാ, എന്റെ ആദ്യേട്ടന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നൊക്കെ. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ആന്റി അല്ല എന്നെ മോഹിപ്പിച്ചത്, എനിക്ക് വാക്ക് തന്നതല്ലേ. ആദ്യേട്ടൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ആതിരയായിരിക്കും. എന്നിട്ടിപ്പോ ആതിര വെറും വേസ്റ്റ്. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ കൊതിപ്പിച്ചത്? സ്വയംവര പൂജ ആദിക്കും തുളസിക്കും അനുകൂലമാണ്. കുടുംബ പരദേവതകള് അവരെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ദൈവനീതിക്ക് നിരക്കാത്തത് ഞാൻ ചെയ്യില്ല. ദുർഗാന്റി ഇത്ര ദുഷ്ടയാണോ? എന്തിനാ എന്നോട് ഇത്ര ക്രൂവലായി പെരുമാറുന്നത്? നീ തൽക്കാലം ബാഗിൽ വെച്ചിരിക്കുന്ന ഈ ഡ്രസ്സെല്ലാം എടുത്ത് ഷെൽഫിലോട്ട് വെക്ക. ഇല്ല, എനിക്ക് പോണം. ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കില്ല. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി. ദുർഗാന്റി പറയുന്നതല്ല ഇത്രയും കാലം ഞാൻ അനുസരിച്ചില്ലേ. എന്നിട്ട് എനിക്ക് കിട്ടിയതോ തുളസിയുടെ ആട്ടും തുപ്പും. മടുത്തു മടുത്തു ദുർഗാന്റി, മടുത്തു. നിന്നോട് പറയുന്ന അനുസരിക്കാനാ പറഞ്ഞത്. നിന്നെ ഇവിടെ കൊണ്ടുവിട്ടത് മംഗളാപ്പച്ചിയാ. ഇവിടുന്ന് നീ എപ്പോ പോണോന്ന് തീരുമാനിക്കുന്നത് പക്ഷേ ഞാനായിരിക്കും. എന്താ ആലോചിക്കുന്നേ? കൊറേ നേരം ആയല്ലോ ഒന്നും മിണ്ടാതെ സ്വപ്നലോകത്ത്. സ്വപ്നമാണോ എല്ലാന്ന് എനിക്ക് സംശയമില്ലാതില്ല. എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. എന്തേ? അല്ല, കണ്ണു കെട്ടിയിട്ടും നീ കൃത്യമായിട്ട് എങ്ങനെ എന്റെ കഴുത്തിൽ മാല കെട്ടിയേ? അതൊന്നും എന്റെ കഴിവല്ല. പിന്നെ എല്ലാം ദേവി നിശ്ചയിച്ചതാണ്. ആ ക്രെഡിറ്റ് ദേവിക്ക് കൊടുക്കാതെ നീ പറയടാ. നീ ആ കെട്ടിനുള്ളിലൂടെ ഒളിഞ്ഞു നോക്കിയിരുന്നില്ലേ? ഓടി ഓടണം. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. കള്ളം. പണ്ടേ കണ്ണുകെട്ടി കളിക്കുമ്പോ നിനക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നതാ. സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ദേവമംഗലത്ത് നിന്നും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുമ്പോ മുത്തശ്ശി പറഞ്ഞിരുന്നു, ഞാൻ ആതിരെ കല്യാണം കഴിക്കണോ അതോ നിന്നെ കല്യാണം കഴിക്കണോ എന്ന് കുടുംബ പരദേവത തീരുമാനിക്കുമെന്ന്. നമ്മുടെ ക്ഷേത്രത്തിലെ ദേവിക്കും സ്വയംവര പൂജയ്ക്കും ഇത്രയും ശക്തി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ലക്ഷ്യം മാറിയിരുന്നെങ്കിലേ നീ ആ മാല ആതിരെ അണിയിച്ചേനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആവുമായിരുന്നു. ആഹാ, ഞാൻ നിന്റെ കഴുത്തിൽ മാലയിട്ട സ്ഥിതിക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആവുമെന്ന്. പോടാ. അതുപോലെയാണോ ആതിര? നിന്റെ അച്ഛനും ദുർഗാമ്മയും നിങ്ങളുടെ വിവാഹം അപ്പൊ അവിടെ വെച്ച് തന്നെ നടത്തിയനെ. അവരുടെ രണ്ടുപേരുടെ ആഗ്രഹം ആതിരയല്ലേ? ഇനി എന്റെ കഴുത്തിൽ മാല ഇട്ടതിന്റെ പേരിൽ എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നതെന്ന് ആർക്കറിയാം? ഒന്നും ഉണ്ടാവില്ല. അമ്മേ നമ്മുടെ കൂടെയുണ്ട്. ഇനി അഥവാ ഇല്ലെങ്കിലും എനിക്ക് നിന്നെ വേണം. അല്ലാതെ മറ്റൊരാളെ ഞാൻ കല്യാണം കഴിക്കില്ല. അത്തരം കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. നമുക്ക് നോക്കാം എവിടേക്ക് ഈ സ്വയംവരത്തിന്റെ പോക്കെന്ന്. നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എല്ലാം നമ്മൾ വിചാരിച്ചിടത്തേക്ക് തന്നെ എത്തും. അല്ലെങ്കിൽ എത്തിക്കും ഞാൻ. ധീരതയൊക്കെ കൊള്ളാം. എന്തായാലും ഞാൻ വീട്ടിൽ പോയി ഇന്നത്തെ സ്വയംവര പൂജ മനസ്സുകൊണ്ട് ഒന്നുകൂടി റിവേഴ്സ് അടിച്ച് കാണട്ടെ. എന്തെങ്കിലും എവിടെയെങ്കിലും ഫോൾട്ട് ഉണ്ടോന്ന് നോക്കണല്ലോ. ഞാനും നോക്കട്ടെ. ഇവിടെ ഇരുന്ന് അധികം നോക്കണ്ട, വീട്ടിൽ പോയി നോക്ക്. എഴുന്നേക്ക്. ശരിടാ,
എന്നാ പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഓക്കെ, ശരിയേ. ബൈ. ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജയേട്ടൻ എന്താ കാര്യത്തിന്റെ ഗൗരവം ഇതുവരെ മനസ്സിലായില്ല? ആദ്യം തുളസിമോളുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നു. അത് നമ്മൾ ആഗ്രഹിച്ച കാര്യമല്ലോ. ആഗ്രഹിച്ച കാര്യം തന്നെയാ. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇവിടെയാണെങ്കിൽ നമ്മൾ ഒരു തയ്യാറെടുപ്പ് പോലും നടത്തിയിട്ടില്ല. അങ്ങനെ തയ്യാറെടുക്കാൻ മാത്രം ഒന്നുമില്ല. ക്ഷേത്രത്തിലെ പൂജാരി വന്ന് വിവാഹത്തിനുള്ള ദിവസം കുറിച്ച് തരും. അത്രയല്ലേ ഉള്ളൂ. എന്നാലും നമ്മളെ കണ്ട ദുർഗേച്ചിക്കും പ്രസാദേട്ടനും ചതുർത്ഥിയാ. തുളസിമോളെയാണെങ്കിൽ ദുർഗേച്ചിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ. എന്നിട്ടും ആദ്യയുടെ തുളസിമോളുടെ വിവാഹം നിശ്ചയിക്കാൻ, അതും ദുർഗേച്ചിയുടെ സ്വന്തം റിസ്കിൽ. ഇതിലെന്തെങ്കിലും ചതി ഉണ്ടാവോ ജയേട്ടാ? ചതിയൊന്നും ഉണ്ടാവില്ല. പ്രസാദേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനൊരു തീരുമാനം ദുർഗേച്ചി എടുക്കണമെങ്കിൽ അതിൽ ചതി ഇല്ലാതിരിക്കില്ല. ദുർഗേച്ചി നീ ഇങ്ങനെ സംശയത്തിന്റെ കണ്ണുകൊണ്ട് മാത്രം കാണുന്നുണ്ടാ. സംശയിക്കണ്ടേ? നമുക്ക് തന്നെ എത്ര പ്രാവശ്യത്തെ അനുഭവങ്ങളുള്ളതാ. പ്രസാദേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് സ്വന്തമായി ഇത്രയും വലിയൊരു തീരുമാനം എടുക്കാൻ ദുർഗേച്ചിക്ക് എങ്ങനെ ധൈര്യം വന്നു? പ്രസ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഈ തീരുമാനം. അങ്ങനെ ആയിരിക്കോ? കുടുംബക്ഷേത്രത്തിലെ സ്വയംവര പൂജയിൽ ആദ്യം തുളസിയും ഒന്നിക്കണമെന്ന തീരുമാനം ഉണ്ടായതല്ലേ. ആ സ്ഥിതിക്ക് ഇനി ആ കാര്യത്തിൽ മറ്റൊരു തീരുമാനം വേണ്ടെന്ന് പ്രസ കരുതി കാണും. എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നുള്ള പ്രസയുടെ തീരുമാനമാവും അവരെ ഇങ്ങനൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചത്. എന്നാ ഈ കാര്യം പ്രസാദേട്ടനല്ലേ നമ്മളെ വിളിച്ചു പറയണ്ടേ? അതുണ്ടായിട്ടില്ല. ഇത്രയും കാലം എതിർത്ത് നടന്നിട്ട് പെട്ടെന്ന് അനുകൂലിച്ചുകൊണ്ടൊരു തീരുമാനം, അത് നമ്മളെ വിളിച്ചു പറയാൻ പ്രസയ്ക്ക് ചിലപ്പോൾ ചമ്മലുണ്ടാവും. നമ്മുടെ മുന്നിൽ ഏട്ടന് ചമ്മേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം തുളസിയുമായുള്ള വിവാഹം ഒരു കാരണവശാലും നടക്കില്ലെന്ന് ശപഥം ചെയ്തവനാ പ്രസാദ്. പെട്ടെന്ന് അത് മാറ്റി പറയേണ്ടി വരുമ്പോ നമ്മള് ഏതു വിധത്തിൽ പ്രസയോട് പ്രതികരിക്കും എന്ന തോന്നലുണ്ടായി കാണും. ആയിരിക്കുമല്ലേ? മറ്റെന്തിനേക്കാളും പ്രസാദേട്ടൻ ആദ്യയോടുള്ള ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തു കാണും. അവന്റെ നിർബന്ധത്തിന് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പ്രസാദേട്ടന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒപ്പം സ്വയംവര പൂജയും അനുകൂലമായപ്പോ വിവാഹം കഴിപ്പിക്കുക എന്നതല്ലാതെ വേറെ മാർഗമില്ല എന്ന സ്ഥിതിയിലേക്ക് പ്രസാദേട്ടൻ എത്തിയതാവാനും മതി. നീ പോലീസിനെ വെല്ലുമല്ലോ. വല്ലാത്തൊരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ. കുറെ കാലമായില്ലേ പോലീസിന്റെ കൂടെ കഴിയുന്നു. ആ മുല്ലപ്പൂവിന്റെ സൗരഭ്യം ഈ കല്ലിലും ഉണ്ടാവാതിരിക്കില്ലല്ലോ. ആദ്യമോനും തുളസിമോൾക്കും ഇപ്പൊ സന്തോഷമായി കാണും. നമുക്കെന്തായാലും പ്രസാദേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം.